കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ലൈഫിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഷെയറിംഗ്. സോ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ DQ വരെ പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് സ്മൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്മൈൽ. അപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന എല്ലാവരും കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു ഡേ തന്നെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് നമ്മുടെ സ്കൂൾ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആബ്സെന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ പോർഷൻ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടൈം. പക്ഷെ നമ്മൾ ഏറ്റവും ലാക്ക് ചെയ്യുന്ന കാര്യം ഈ ഒരു ടൈം തന്നെയാണ് അല്ലേ. അപ്പൊ നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടാണെങ്കിലും നിങ്ങളുടെ സിബ്ലിംഗ്സ് ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം നിങ്ങൾ ഷെയർ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാണ്, എക്സാംസിനെ പറ്റി അറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിയാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അവർക്കൊക്കെ അതൊന്ന് പോയിട്ട് പറഞ്ഞു കൊടുക്കാം. ദാറ്റ് ഈസ് ഓൾസോ ഷെയറിംഗ് അല്ലേ. ഇനി ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ചെറിയൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനൊരു ബൗണ്ടറി നിങ്ങൾ വെക്കണം. എല്ലാ കാര്യവും നമ്മൾ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യരുത്. കുറച്ച് പ്രൈവസി വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യുക.